ജനിച്ചു വളർന്ന കുടുംബമാണ് കണ്ടത്തിൽ കുടുംബം. ആ കുടുംബത്തിന്റെ സൽപ്പേര് ഷെയർ ചെയ്യുവാനോ അവരുടെ ഗ്ലോറി പങ്കുവെക്കുവാനോ അല്ല ഞാൻ ആ പേര് പറയുന്നത്. ഉന്നതന്മാരെന്ന് അവർ നിരൂപിച്ചെങ്കിലും അനർത്ഥം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവരെ വിചാരിച്ച ഒന്നിനും അവരെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞു. സെപ്റ്റംബർ 98 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ക്രിസ്തുവിനെ കണ്ടത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ തറവാടിന് മുൻപുള്ള മണിമലയാറ്റിൽ ഇറങ്ങി നിന്ന് ഈ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് പരസ്യമായി സകലരും കാണുക ഞാൻ പറഞ്ഞത്. ഇത് പരസ്യമായിട്ട് ഈ യേശുവിനെ സ്വീകരിക്കാനും ഈ യേശുവിനോട് ചേരുന്നത് സ്നാനമെന്ന് പറയാനും മടിയാണ് നമ്മൾ ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ദെയർ ഈസ് നോ കമ്പൽഷൻ. പ്രൈസ് ദി ലോർഡ്. അനുഭവം വന്നു കഴിയുമ്പോൾ മറ്റൊന്നും വില പോവുകയില്ലെന്ന് വന്നു കഴിയുമ്പോൾ സറണ്ടർ എന്നൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നേരം അങ്ങ് സുല്ലിട്ടാ മതി. അതുവരെ ഓടാവുന്നത്ര ഓടിക്കോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് സംഘടനയിൽ ചേർക്കാൻ വേണ്ടി ഇത്രമാത്രം സാഹസങ്ങൾ ആളുകൾ കാണിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ വേണ്ട. സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അന്ന് പറഞ്ഞ പോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് അവസരം കൊടുക്കുക അല്ലാതെ ദൈവത്തിന് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓപ്പർച്യൂണിറ്റീസ് ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ഇഫ് ഇറ്റ് ഇസ് നെഗ്ലക്റ്റഡ് ഇറ്റ്സ് എ സിൻ. സന്ദർഭങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അത് നിഷേധിക്കുന്നത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. അവസരം തരാൻ മാത്രമേ ദൈവത്തിന് കഴിയുള്ളൂ. മറ്റൊന്നും ദൈവത്തിന് കഴിയുകയില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന സംഭവങ്ങളുടെ എല്ലാവരും പറയും സാക്ഷ്യം പറയണമെന്ന് പറയും. പക്ഷെ സാക്ഷ്യം പറഞ്ഞാൽ പലപ്പോഴും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികച്ചെടുക്കാൻ സമയം കിട്ടാത്ത കൊണ്ട് ഞാൻ പറയുകയാണ്. IAS പരീക്ഷ എഴുതിയ പെൺകുട്ടി, യൗവനക്കാരിയായ പെൺകുട്ടി അഹിതമായ ഒരു വാർത്ത കേട്ടൊന്ന് ഞെട്ടിയതേ ഉള്ളൂ. പിന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴാ സുബോധം വീണ്ടും കിട്ടുന്നത്. ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ച് നടന്നവർ, ഒന്നിച്ച് ഉണ്ട് മുറങ്ങിയും ജീവിച്ച ജീവിതങ്ങൾ ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വെച്ച് അനുഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയപരവശരായി. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് ഒരേ പ്രായക്കാരെ നോക്കിക്കെ സുബോധമില്ലാതെ ഞങ്ങളുടെ തറവാട്ട് മുറ്റത്തുകൂടെ തെക്കോട്ടും വടക്കോട്ടും 100 മൈൽ സ്പീഡിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാള മനോരമ പത്രം എടുത്ത് വീശി കാണിച്ച സുബോധം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൊച്ചിപ്പൻ മാപ്പിളയുടെ അവിടുത്തെ മഹിമയൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും അല്ലെ മംഗളപത്രങ്ങളൊന്നും വായിച്ചു കേൾപ്പിച്ചാൽ സുബോധം തിരിച്ചു കിട്ടുകയില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവത്തെ വിളിക്കാൻ പഠിക്കുന്നത് അങ്ങനെയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചെയ്തത് പലതും ഒന്നും കൊണ്ടും നമുക്ക് രക്ഷയില്ലെന്ന് കാണുമ്പോൾ ആ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഈ മാർഗത്തിൽ വന്നവരാരും യഹോവയായ ദൈവം നല്ലവനല്ലോ, അവനാണല്ലോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്, അവനാണല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്, അവനാണല്ലോ തന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത്. ഇത്ര ഒരു നല്ല ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും? ഞാൻ ഈ ദൈവത്തെ അങ്ങ് സ്നേഹിച്ച് കളയാമെന്നും പറഞ്ഞ് ആരും ഇതിനകത്ത് വന്നവരില്ല. ഒരിക്കലല്ലേ പിന്നെ ഒരിക്കൽ അടിയും കൊണ്ട് പുളിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തെ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തിന് എന്താ രക്ഷിക്കാൻ കഴിയത്തില്ലേ? ഈ ദൈവം രക്ഷിക്കാഞ്ഞിട്ടാണോ ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നെന്ന് പറയുന്ന ജനത്തോട് പറയുന്നു, അല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിന്നെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി